അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖസീദത്തുൽ വിത്രിയ എഴുതി എഡിറ്റ് ചെയ്ത് തീർത്ത രാത്രിയിൽ ഞാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ചു. അവിടുത്തെ കയ്യിൽ പ്രസ്തുത ഖസീദയുണ്ടായിരുന്നു. അവിടുത്തോടു കൂടെ ഒരു സംഘം സ്വഹാബികളുമുണ്ട്. അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മാത്രമേ എനിക്ക് പരിചയമുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ സന്തോഷഭാവത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നു. ശേഷം കയ്യിലുണ്ടായിരുന്ന പ്രസ്തുത വരികൾ സ്വഹാബികൾക്ക് നൽകി. ആദ്യം നൽകിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്തൊരു വരികൾ കൊണ്ടാണ് എന്നെ മദ്ഹ് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കൂ. എന്തൊരു കാര്യമാണ് എന്നെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കൂ. ഇത് കേട്ടതോടെ ഞാൻ ഉറക്കിൽ നിന്ന് ഉണർന്നു. പ്രസ്തുത സംഭവം ഞാൻ മറാക്കിഷിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് ഉണ്ടായത്. മഹാനവറുകൾ ഓർമ്മിക്കുകയാണ്. പിന്നീട് ഏകദേശം 3 വർഷമായപ്പോൾ ഞാൻ ഖസീദത്തുൽ വിത്രിയ ഒന്നുകൂടെ എഡിറ്റ് ചെയ്ത് ഭംഗിയാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില അപൂർവ മുഅ്ജിസത്തുകൾ അതിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഒരു രാത്രി ഞാൻ മീം അക്ഷരത്തിൽ എഴുതിയ വരികൾ എഡിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജിനെ കുറിച്ചുള്ള ഭാഗമെത്തി. പ്രസ്തുത ഖസീദയിൽ ധാരാളം സ്ഥലങ്ങളിൽ ഞാൻ മിഅ്റാജിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിയപ്പോൾ അവിടുന്ന് അങ്ങോട്ട് യാത്ര ചെയ്യാൻ എനിക്ക് സമ്മതമില്ലെന്ന് ബഹുമാനപ്പെട്ട മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സംഭവം ഞാൻ വിത്രിയയിൽ പരാമർശിച്ചിരുന്നില്ല. പ്രസ്തുത സംഭവം 4 വരികളിലായി ഞാൻ അതിൽ കൂട്ടിച്ചേർത്തു. ശേഷം കിടന്നുറങ്ങിയപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ചു. അവിടുത്തെ ചൂണ്ടുവിരലിലേക്ക് ചൂണ്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ശഫഅനി ഫീ അഹ്ലിക വസൗജിക വഖാദിമിക വഫീ ജമീ അസ്ഹാബിക. നിശ്ചയം നിങ്ങളുടെ കുടുംബത്തിനും ഭാര്യക്കും സേവകനും മുഴുവൻ അനുയായികൾക്കും വേണ്ടിയുള്ള എന്റെ ശുപാർശ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. ഇത് കേട്ട ഞാൻ സന്തോഷത്തോടെ ഉറക്കിൽ നിന്നും ഉണർന്നു അല്ലാഹുവിനെ സ്തുതിച്ചു. ഖസീദത്തുൽ വിത്രിയയിലെ ചില വരികൾ നമുക്ക് കേൾക്കാം. യുഹയ്യിജുനി ശൗഖി ലിഖബ്രി മുഹമ്മദി വയുഖിദുനി ദംബി വഈതാഇൽ ബഗിയാ മരീദുൽ മആസി ഫീ യദൈക ഇലാജുഹു ഫഅജ്ജിൽ ഇലാജി ഇന്നനി ലസഖീമു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സന്ദർശിക്കാൻ സ്നേഹം എന്നെ ഇളക്കി മറിക്കുന്നുണ്ടെങ്കിലും ഞാൻ ചെയ്ത അതിക്രമങ്ങളും എന്റെ പാപങ്ങളും എന്നെ ഇരുത്തിക്കളയുകയാണ്. നിശ്ചയം പാപരോഗം ബാധിച്ച രോഗിയാണ് ഞാൻ. അങ്ങയുടെ അടുക്കലാണ് അതിനുള്ള ചികിത്സയുള്ളത്. ഫഅജ്ജിൽ ഇലാജി ഇന്നനി ലസഖീമു. എത്രയും പെട്ടെന്ന് അങ്ങനെ ചികിത്സിച്ചാലും മദൽ ഉംറു യാ ഖൈറൽ അനാമി മുളയ്യാ ഉബൈദുക യഅതിൽ ഹശ്റ വഹുവ അദീമു. സൃഷ്ടികളിൽ ഉത്തമരായവരെ ആയുസ് വെറുതെ നഷ്ടപ്പെട്ടു. അങ്ങയുടെ ഈ ചെറിയ അടിമ ഒന്നുമില്ലാത്തവരായിട്ടായിരിക്കും അന്ത്യനാളിൽ വരിക. ഗറസ്തു ബിഖൽബി ഹുബ്ബഹു സമനസ്വിബാ ഫവല്ലാഹി മാ അൻ ഹുബ്ബിഹി അതറവ്വഹു. കുട്ടിക്കാലം തൊട്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്റെ കൽബിൽ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിനെ തന്നെ സത്യം, അവിടത്തോടുള്ള അനുരാഗത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല.